വെൽക്കം ഓൾ. തലച്ചോറിലും ഹൃദയത്തിലും രക്തയോട്ടത്തിൽ ഉണ്ടാകുന്ന തടസ്സം അഥവാ സർക്കുലേറ്ററി ബ്ലോക്ക് പക്ഷാഘാതവും ഹാർട്ട് അറ്റാക്കും ഉണ്ടാക്കും എന്നത് നമ്മൾക്കേവർക്കും അറിയാവുന്നതും നമ്മൾ ജാഗ്രതയോടെ കാണുന്നതുമായ കാര്യമാണ്. ഇതിന് കാരണം ഇവ രണ്ടിലും പെട്ടെന്നുള്ള മരണം സംഭവിക്കും എന്നതാണ്. എന്നാൽ കാലുകളിലെ രക്തയോട്ടത്തിൽ വരുന്ന തടസ്സത്തെക്കുറിച്ചോ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ നമ്മൾ അത്ര കണ്ട് ബോധവാന്മാരല്ല. നമ്മുടെ ശരീരത്തിലെ കാലുകളിലേക്കുള്ള രക്തയോട്ട തടസ്സത്തെ വിളിക്കുന്ന പേരാണ് പെരിഫറൽ ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ PAD. അതായത് കാലുകളിലെ ധമനികളിൽ ഇറുങ്ങലോ തടസ്സമോ സംഭവിക്കുമ്പോഴാണ് പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇറുങ്ങിയ രക്തക്കുഴലിൽ പെട്ടെന്നുള്ള രക്തം കട്ട പിടിക്കുകയും പൂർണ്ണമായി രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ലെഗ് അറ്റാക്ക്. അതായത് കാലുകൾക്ക് സംഭവിക്കുന്ന അറ്റാക്ക്. അതിശക്തമായ വേദനയും പെട്ടെന്നുള്ള നിറമാറ്റവും തണുത്ത് മരവിച്ച രക്തയോട്ടം പൂർണ്ണമായും നിലച്ച ജീവൻ നഷ്ടപ്പെട്ട പേശികളുമായുള്ള കാലിന്റെ യഥാർത്ഥ രോഗനിർണയവും ചികിത്സാ സാധ്യതകളിലും നമ്മൾ എത്തിപ്പെടുമ്പോഴേക്കും എടുക്കുന്ന കാലതാമസം കാരണം ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥയാണ് ലെഗ് അറ്റാക്ക് വരുന്നതിന് മുന്നേ തന്നെ മനസ്സിലാക്കാനും അത് തടയാനും ഇത്രമേൽ അത്യാവശ്യമാകുന്നത്. എന്താണ് പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്നും ലെഗ് അറ്റാക്ക് എന്ന അവസ്ഥയ്ക്ക് മുന്നേ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നും എപ്പോൾ ചികിത്സ എടുത്ത് ലെഗ് അറ്റാക്ക് തടഞ്ഞ് നമ്മുടെ കാലിനെ സംരക്ഷിക്കണമെന്നുമാണ് പറയുന്നത്. പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്നത് പൊതുജനങ്ങളിൽ പ്രത്യേകിച്ചും പ്രായമായവരിൽ നിശബ്ദമായ എന്നാൽ വളരെ ഗുരുതരവും സാധാരണയുമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അറിയാൻ വൈകുന്ന ഈ രോഗാവസ്ഥ കാരണം കൈകാലുകളുടെ രക്തക്കുഴലിൽ ഉണ്ടായ ബ്ലോക്ക് അവിടെ നിന്ന് അടർന്ന് രക്തത്തിലൂടെ നീങ്ങി മറ്റൊരിടത്ത് അടിയുകയും പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കും പക്ഷാഘാതവും ഉണ്ടായേക്കാം. രക്തയോട്ടം ഒരു പരിധിയിൽ കൂടുതൽ നിലച്ച് ചികിത്സ വൈകുകയോ ഫലപ്രദമാവാതിരിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ അംഗഛേദം, അതായത് കാൽ വിരലുകളോ കാൽ പാദമോ മുട്ടിന് താഴെയോ വളരെ അപൂർവമായി തുടക്ക് താഴെയോ പൂർണ്ണമായും മുറിച്ചു മാറ്റേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടോ എന്നത് നേരത്തെ തന്നെ മനസ്സിലാക്കൽ വളരെ നിർണായകമാണ്. പ്രാരംഭഘട്ടത്തിൽ ഒരാൾക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടോ എന്ന് അറിയാൻ വൈകുന്നതും പിന്നീടുള്ള രക്തയോട്ടക്കുറവിന്റെ നിശബ്ദമായ പുരോഗതിയുമാണ് ഈ അസുഖത്തെ ഇത്രമേൽ സങ്കീർണമാക്കുന്നത്. പുകവലിയാണ് പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടാക്കുന്നതിലെ പ്രധാന കാരണക്കാരൻ. പുകവലിക്കുന്ന ഒരാളിൽ ധമനികളിൽ പ്ലാക്ക് ഉണ്ടാകുകയും ഇത് രക്തയോട്ടത്തിന് തടസ്സം വരുത്തുകയും ചെയ്യുന്നു. പ്രമേയമാണ് മറ്റൊരു പ്രധാന കാരണം. രക്തത്തിലെ ഉയർന്ന ഗ്ലൂക്കോസിന്റെ അളവ് മൈക്രോ ആൻജിയോപ്പതി, അതായത് ധമനികളുടെ ഉള്ളിലെ ആവരണത്തെ നശിപ്പിക്കുകയും അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉയർന്ന രക്തസമ്മർദ്ദവും കൂടിയ കൊളസ്ട്രോളും ധമനികളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അതെറോസ്ക്ലീറോസിസ് അഥവാ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും അത് പിന്നീട് പ്ലാക്ക് ഉണ്ടാക്കുന്ന പ്രക്രിയയെ ആക്കം കൂട്ടുകയും ചെയ്യാം. കൂടി വരുന്ന പ്രായമാണ് പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടാക്കുന്നതിന് പ്രതിവിധിയില്ലാത്ത മറ്റൊരു ഘടകം. പ്രായം കൂടുന്തോറും നമ്മളുടെ ധമനികൾ സ്വാഭാവികമായും കാൽസിഫിക്കേഷൻ അഥവാ ചുവരുകളിൽ കാൽസ്യം അടിഞ്ഞുകൂടുന്നതിന് വിധേയമാവുകയും ഇത് കാരണം രക്തക്കുഴലുകൾ കടുപ്പമുള്ളതും ഇടുങ്ങിയതുമായി മാറുകയും ചെയ്യും. ഇത് പിന്നീട് രക്തയോട്ടത്തെ തടസ്സപ്പെടുത്തുകയും പൂർണ്ണമായ ഒരു ബ്ലോക്ക് ആയി ലെഗ് അറ്റാക്കിന് കാരണമാവുകയും ചെയ്യുന്നു. നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലിൽ പെട്ടെന്നൊരു വലിഞ്ഞു മുറുകുന്ന തരം വേദനയും കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ ആ വേദന കുറഞ്ഞു വന്ന് പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊളുത്തിപ്പിടുത്തമോ പേശി വലിവോ എല്ല് തേയ്മാനമോ ആണെന്ന് സ്വയം വിലയിരുത്താതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. ഇത്തരം വേദനയെ ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ലെഗ് അറ്റാക്കിന് ഒരുപാട് മുന്നേ തന്നെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണമാവാം. ഉടനെ രോഗനിർണയം നടത്തി ചികിത്സ എടുത്തില്ലെങ്കിൽ രോഗം ചികിത്സിക്കാനുള്ള അവസരം തീർന്നിട്ടായിരിക്കും നമ്മൾ ചികിത്സ തേടുന്നുണ്ടാവുക. ഉണങ്ങാൻ വൈകുന്ന മുറിവ്, കാലിലെ രോമങ്ങൾ കൊഴിഞ്ഞു പോയി തൊലികൾ തിളങ്ങി തുടങ്ങുക, പ്രമേയമുള്ളവരിൽ ഉത്തേജനക്കുറവ്, പാദങ്ങളിലും കാൽ വിരലുകളിലും അനുഭവപ്പെടുന്ന മരവിപ്പ്, വല്ലതും അരിച്ചു കയറുന്ന പോലെയുള്ളതോ ഇക്കിളി പോലെയോ ഉള്ള തോന്നൽ, ഇരുകാലിലെയും താപനിലയിൽ തോന്നുന്ന വ്യത്യാസം, തണുത്തുറച്ച പാദങ്ങൾ, നടക്കുമ്പോൾ കാലിൽ നിന്ന് ചെരുപ്പ് നമ്മളറിയാതെ ഊരിപ്പോവുക എന്നിങ്ങനെ തുടങ്ങി പലതരം ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കാം ആദ്യഘട്ടത്തിൽ ശരീരം കാണിക്കുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ പെരിഫറൽ ആർട്ടറി ഡിസീസ് നേരത്തെ കണ്ടെത്തുന്നത് ഫലപ്രദമായ ചികിത്സയ്ക്കും പെട്ടെന്നുള്ള ലെഗ് അറ്റാക്ക് തടയുന്നതിനും സഹായകരമാകും. എങ്ങനെയാണ് ഒരാൾക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതെന്നും ചികിത്സാ രീതികളെക്കുറിച്ചും ലക്ഷണങ്ങൾ കാണിച്ച ഒരാൾക്ക് ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്ന് കാലിലേക്കുള്ള രക്തയോട്ടം തടസ്സമില്ലാതെ നിലനിർത്താനാകുമെന്നും ലെഗ് അറ്റാക്ക് വന്നാൽ കാൽ മുറിച്ച് മാറ്റാതെ രക്ഷപ്പെടുത്താൻ ഉടൻ തന്നെ എന്ത് തരം ചികിത്സയാണ് ഗുണകരമെന്നും മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ.